ഹലോ വെൽക്കം ടു ലാവൻഡറി മീഡിയ. ഡ്രോൺ എന്നാൽ പൈലറ്റ് ഇല്ലാത്ത വിമാനം എന്നായിരിക്കും പലരുടെയും വിചാരം. പക്ഷേ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അംഗീകൃത സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു ഡ്രോൺ പൈലറ്റ് ആവാം ഈ ഒരു കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്കോപ്പ് പറയുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ 100,000 ഡ്രോൺ പൈലറ്റ്മാരെ ആവശ്യം വരുമെന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയെ ആഗോള ഡ്രോൺ ഹബ്ബാക്കുകയും ലക്ഷ്യമാണ്. രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകൾ വാങ്ങാൻ കേരളത്തിലെ അഗ്നിരക്ഷാസേന 2.25 കോടി വകയിരുത്തിയെന്നൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സ്കോപ്പ് തന്നെയായിരിക്കും വരും വർഷങ്ങളിൽ ഈ ഒരു ഡ്രോൺ പൈലറ്റുമാർക്ക് ഉണ്ടാവുന്നത്. സെൻസറും ക്യാമറയും ഇലക്ട്രോണിക് ട്രാൻസ്മിറ്ററും ഘടിപ്പിച്ച പറക്കും കമ്പ്യൂട്ടറാണ് ഡ്രോൺ അഥവാ UAV, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ. ഇതിൽ പൈലറ്റോ വേറെ ജീവനക്കാരോ ഒന്നും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. വിദൂര നിയന്ത്രണമോ അതിനുള്ളിൽ കമ്പ്യൂട്ടർ കൊണ്ടുള്ള സ്വയം നിയന്ത്രണമോ ഒക്കെ ആയിരിക്കും ഇതിൽ പ്രവർത്തിക്കുന്നത്. കൃത്യമായ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇതിന് കഴിയും. ശത്രു രാജ്യത്തെ വിശദ നിരീക്ഷണവും വിവരശേഖരണവും അടക്കം രാജ്യസുരക്ഷ, കാവൽ ജോലി, യുദ്ധം, കാലാവസ്ഥ, കൃഷി, ഖനനം, ജേർണലിസം, സിനിമാ നിർമ്മാണം, അത്യാഹിത മാനേജ്മെൻറ്റ്, ഇൻഷുറൻസ്, സർവേയിങ്, ഭൂപട നിർമ്മാണം, റിയൽ എസ്റ്റേറ്റ്, വന്യജീവി സംരക്ഷണം, പോലീസ്, സിവിൽ നിർമ്മാണം, ട്രാഫിക് നിയന്ത്രണം, എണ്ണ, പ്രകൃതിവാതക മേഖല, ആശയവിനിമയം, വൈദ്യുതി പ്രേക്ഷണം അതായത് ട്രാൻസ്മിഷൻ, സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, വിനോദം തുടങ്ങി വിവിധ മേഖലകളിൽ ഡ്രോൺ സേവനം പ്രയോജനപ്പെടുത്താം. പുതിയ മേഖലകളിലേക്ക് ഡ്രോൺ ഉപയോഗം വ്യാപിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ തൊഴിലവസരങ്ങളും ഉണ്ടായിരിക്കും. ഇനി ജോലികൾ എന്തെല്ലാം എന്ന് നോക്കാം. ഡ്രോൺ പൈലറ്റ് അതായത് റിമോട്ട് ഓപ്പറേറ്റർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, മെക്കാനിക്കൽ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരിപാലന വിദഗ്ധർ, ഡാറ്റ അനലിസ്റ്റ്, ഇതൊക്കെയായിരിക്കും ജോലി സാധ്യതകൾ. ഈ ഒരു പൈലറ്റ് പരിശീലനത്തിന് കുറച്ച് വ്യവസ്ഥകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വിമാനയാത്ര സംബന്ധിച്ച സമസ്ത കാര്യങ്ങളും നിയന്ത്രിക്കുന്ന DGCA, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, അതായത് അവരുടെ വെബ്സൈറ്റ് www.dgca.gov.in ആണ്. ഇവർ തന്നെയാണ് റിമോട്ട് പൈലറ്റ് ട്രെയിനിങ്ങും ഏർപ്പാട് ചെയ്യുന്നത്. ഡ്രോണിൻ്റെ ഭാരം അതായത് MTOW, മാക്സിമം ടേക്ക് ഓഫ് വെയ്റ്റ് അനുസരിച്ച് പൈലറ്റ് പരിശീലനം വിഭജിച്ചിട്ടുണ്ട്. നാനോ എന്ന് പറയുമ്പോൾ 250 ഗ്രാം വരെ, മൈക്രോ 250 ഗ്രാം മുതൽ 2 കിലോഗ്രാം വരെ, സ്മോൾ 2 to 25 കിലോഗ്രാം വരെ, മീഡിയം 25 മുതൽ 150 കിലോഗ്രാം വരെ, ലാർജ് 150 കിലോഗ്രാമിൽ കൂടുതൽ. നാനോ, മൈക്രോ വിഭാഗങ്ങളിൽ വാണിജ്യേതര ഉപയോഗത്തിന് പരിശീലനം വേണമെങ്കിലും ലൈസൻസിൻ്റെ ആവശ്യമില്ല. 500 കിലോഗ്രാം വരെ ഡ്രോണിന് അനുമതിയുണ്ട്. DGCA അംഗീകാരമുള്ള പരിശീലന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി, റായ് ബറേലി UP കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. പിന്നെ ആൽക്കമിസ്റ്റ് ഏവിയേഷൻ ജംഷഡ്പൂരിലാണ്, ജാർഖണ്ഡിലാണിത്. അംബിഷൻസ് ഫ്ലൈയിങ് ക്ലബ് അലിഗഡ് UPയിലാണ്. ഫ്ലൈടെക് ഏവിയേഷൻ അക്കാഡമി സെക്കന്ദരാബാദ് തെലങ്കാന. പയനിയർ ഫ്ലൈയിങ് അക്കാഡമി അലിഗഡ് UP. റെഡ് ബേർഡ് ഫ്ലൈറ്റ് ട്രെയിനിങ് അക്കാദമി ബാരാമതി മഹാരാഷ്ട്ര. ദ ബോംബെ ഫ്ലൈയിങ് ക്ലബ് മുംബൈ. കോഴ്സിൽ ചേരുന്നതിന് മുമ്പ് അംഗീകാരമുണ്ടെന്ന് നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ അതായത് www.dgca.gov.in എന്ന സൈറ്റ് നോക്കി ഉറപ്പാക്കണം. മിക്ക സ്ഥലത്തും മൈക്രോ, സ്മോൾ എന്നിവയ്ക്ക് 5 ദിവസത്തെ പരിശീലനം നൽകുന്ന രീതിയാണുള്ളത്. മറ്റുള്ളവയ്ക്ക് അല്പം കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വരും. 10ാം ക്ലാസ് ജയിച്ച് 18 വയസ്സ് തികഞ്ഞവർക്കാണ് ഇത് അപേക്ഷിക്കാവുന്നത്. 65 വയസ്സ് കവിയരുത് എന്നാണ് പ്രായപരിധി പറയുന്നത്. ലൈസൻസിന് 10 വർഷത്തെ പ്രാബല്യം ഉണ്ടായിരിക്കും. ഓരോ വിവരങ്ങൾക്കും ഈ അതത് സ്ഥാപനങ്ങളുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല ടോപ്പിക്സ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.